ഗൈസ് അപ്പൊ എന്താ പറയാ ഗ്രാജുവേറ്റ് ചെയ്ത് എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. നമ്മുടെ ഇപ്പോ എല്ലാം തീർന്നിരിക്കാണ്. കോളേജിന്റെ എല്ലാ കടമ്പകളും നമ്മുടെ തീർത്തു. അനീസ് എന്താ പറയാനുള്ളത്? അപ്പോ നമ്മുടെ എല്ലാം കഴിഞ്ഞു. പിന്നെ ആരോടേക്കാണ് ആദ്യത്തെ അനീസ് ബ്ലോഗിനെ വെച്ച് എന്താ പറയാനുള്ളത്? നല്ല അടിപൊളി വീഡിയോ ആണ്. പ്രത്യേകിച്ച് എഡിറ്റിംഗ് ഒന്നും പറയാനില്ല. ഗ്രാജുവേഷൻ നല്ലത്. ചെറുതായിട്ട് ലേറ്റ് ആയി പോയപ്പോ ലാസ്റ്റ് പ്രൈസ് കിട്ടി. ഞങ്ങൾ ഇനി തൊപ്പിട്ടതിന് ശേഷം തൊപ്പി വലിച്ചെറിയും. പിന്നെ കൃഷ്ണ കാഷ്വൽസിലാണ് ഗ്രാജുവേഷൻ വന്നത്. കൃഷ്ണനെ പറ്റി രണ്ട് വാക്കുകൾ പറയാൻ. ഈ വാച്ചിന്റെ റേറ്റ് പറ നിങ്ങൾ. ഇനിയുള്ള ഫോട്ടോ എടുക്കാൻ പോവാണ്. അയ്യോ ഇത് കാണിക്കാൻ പറ്റില്ല. അയ്യോ ഞാൻ അടുത്ത ആൾക്കാരോട് ചോദിക്കട്ടെ. പിന്നെ വ്ളോഗ് വിളിച്ചത് 2 വാക്ക്. ഇതെന്ത് തേങ്ങ മൂന്നല്ലത്ത് ഇത് ഇന്നത്തോടെ കഴിഞ്ഞു. എന്താ പറയാ, എല്ലാം കഴിഞ്ഞു. പിന്നെന്തിട്ടാ പിന്നെ ആരോട് ചോദിക്കാനുള്ള നമ്മള്? റോഹൻ വ്ളോഗിനെ കുറിച്ച് 2 വാക്ക്. അല്ല വ്ളോഗല്ല, ഗ്രാജുവേഷനെ കുറിച്ച്. ഗ്രാജുവേഷൻ കൊള്ളായിരുന്നു, പക്ഷെ ഭയങ്കര ലാഗായിരുന്നു. സാധനം കിട്ടി. സംഭവം ആൾക്ക് അയച്ചിട്ട് പറ. സാധനം കിട്ടി. നല്ല പൊളി സാധനം. എന്താണ് പറയാനുള്ള വ്ളോഗിന് ഇതില്? എന്താ പറയണത്? അർജുന് കമന്റ് ചെയ്യണതില് ഗൈസ്. അർജു കമന്റ് ചെയ്യണ ഇതില്. അർജു ഇതൊരു വലിയൊരു സംഭവമാക്കി മാറ്റുന്നതാണ് എന്റെ ആഗ്രഹം. ഇവന് അർജു റോസ്റ്റ് ചെയ്യണം. ഗ്രാജുവേഷൻ ഗൈസ് ലൈഫിൽ ആകെയുള്ള ഒരു ഗ്രാജുവേഷൻ ആണ്. അതും മുമ്പിൽ പോയി ഞാൻ ലേറ്റായി പോയി. ഞാൻ ലേറ്റായി പോയി. പൈസ കിട്ടാൻ പറ്റ പാട്. ഹർഷ ഷിഫ വ്ളോഗില് 2 വാക്ക്. വളരെയധികം സന്തോഷമുണ്ട്. എല്ലാരും നികിതയുടെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. കാരണം നികിതയ്ക്ക് 2 അല്ല 3 അവാർഡ് അല്ലേ? അല്ല 2 അവാർഡ്. എന്താ പറയാനുള്ളത്? സന്തോഷം. എനിക്ക് ഒരു ഡിഗ്രി കിട്ടി. പറ ഗ്രാജുവേഷൻ ആണോ? അതെന്ന് വെച്ചാൽ ഗ്രാജുവേഷൻ അതെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ പറയാ ഫോട്ടോ എടുക്കാൻ പോവാണ്. ബെൽബിനോട് ചോദിച്ചില്ലേ? ബെൽബിൻ ഏമി വാ ഇതിലെടുക്കണം. വ്ളോഗ പറ. അല്ല ഗ്രാജുവേഷനെ കുറിച്ച് വല്ല പറ. ഗ്രാജുവേഷൻ പിന്നെ കൃഷ്ണനെ കാണുമോന്ന് അറിയില്ല. കാണാൻ ചാൻസ് കുറവാ. കാരണം ഞാൻ പുറത്തേക്ക് പോവാണ് ഗൈസ്. What about graduation? Tell. I mean, it's a really amazing experience. Yeah, really amazing. Guys, 2 പേരോട് ചോദിക്കാൻ മറന്നു പോയി നമ്മള്. സിയ എന്തേലും പറ. യോഗേഷ് പറ. യോഗേഷ് ഒന്നും പറയല്ല. യശ്വിനി എന്തേലും പറയണ്ട. ഗ്രാജുവേഷൻ കഴിഞ്ഞില്ലേ? നല്ല സന്തോഷമുണ്ട്. എല്ലാവരും അടുത്ത വർഷം കാണാൻ പറ്റുമെന്ന് എപ്പോൾ കാണാൻ അറിയില്ല. അലൻ അങ്ങനെ പറഞ്ഞത്. എന്നാലും സിയാണോ? സിയ അടിച്ചണ്ണാക്കിലൊക്കെ തന്നിരുന്നു. ഒന്നും പറയണ്ടു. എന്തേലും പറ. എന്തേലും പറ. നിങ്ങളുടെ ബ്ലോഗിനെ കുറിച്ച് പറയണം. ബ്ലോഗല്ല, ഗ്രാജുവേഷൻ കഴിച്ചു. ഗ്രാജുവേഷൻ കഴിഞ്ഞല്ലോ. ഇനി എന്താണ് ഞാൻ എന്റെ ജീവിതത്തിന്റെ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പാണ്? എല്ലാവരും എന്നിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് എന്തെങ്കിലും വലിയ നിലയിൽ എത്തട്ടെ എന്ന്
ഞാൻ പാസിയോളി ഷാഹിദ്. പാസിയോളി ഷാഹിദ്, ഈഗിളാണോ? ഈഗിൾ ദീദി, മറിച്ചടി കൃഷ്ണ, മറിച്ചടി കൃഷ്ണ, എന്നാ PH നിസാന. അല്ല ട്രിപ്പിൾ ഐ നിസാന, ട്രിപ്പിൾ ഐ. ഗൈസ് അവിടെ CA-കാരായിട്ടുള്ള ചർച്ചകൾ വരെ തുടങ്ങി. ഇവര് വലിയ പ്രൊഫഷണൽ ആയിട്ടുള്ള വർത്തമാനം പറയണേ, നമ്മൾ എന്തേലും ചെയ്യണം. ഞാൻ നിസാനൊക്കെ അന്തവഴിഞ്ഞ കുന്തം കണ്ട പേര് ചൈന പോലെ നിൽക്കാണ്. നിസാനെ ലാസ്റ്റിന്റെ കൈ വഴി എനിക്കറിയാം. നിസാന പഠിച്ച് വലിയതാവും സത്യം. പക്ഷെ തെങ്ങ് ചതിക്കില്ല, അങ്ങനെ ഒരു ചൊല്ലുണ്ട്. ആര് ചതിച്ചാലും തെങ്ങ് ചതിക്കില്ല, അങ്ങനെ ഒരു ചൊല്ലുണ്ട്. എന്താണ് ഗ്രാജുവേഷൻ ആയിട്ട് എന്താ പറയാനുള്ളത്? ഒന്നും പറയല്ലേ? അതെന്ത് തേങ്ങ പോരാ, അതല്ല വല്ലതും പറയണം. തേങ്ങ നീ പറ. അയ്യോ നിങ്ങൾ പറ. വീണ്ടും ഗ്രാജുവേറ്റ് ആയി. വീണ്ടും ഗ്രാജുവേറ്റ് ആകാൻ പറ്റില്ല, ആകെ ഒരു വട്ടം ഗ്രാജുവേറ്റ് ആകാൻ പാടില്ല. പറഞ്ഞതാണ് അപ്പോഴോ ഞാൻ ഇത്തവണ നീ എന്ത് തേങ്ങയാടി പറയുന്നേ? സന്തോഷമുണ്ട് കൃഷ്ണനെ Guys. വിട്ടു പോകുന്നത്. യെസ്, എനിക്കും. ഞാൻ മൊണാക്കോക്ക് പോണ് ഗൈസ്. മൊണാക്കോക്ക് എന്റെ സത്യം പറഞ്ഞാൽ എന്റെ പെണ്ണ് വിളിച്ചിട്ടുണ്ട് മൊണാക്കോക്ക്, അതുകൊണ്ടാണ് ഞാൻ പോണത്. നിങ്ങൾ പറ. ഏത് പെണ്ണ്? എന്താണ് ഭാവി പരിപാടിയൊക്കെ? അതേപോലെ CA കണ്ടു നീ കാണും. നിവിനൊക്കെ നിങ്ങൾ ആലോചിക്കേ, നിവിനൊക്കെ പാസ്സായി അവസ്ഥ ആലോചിക്കി. കോളേജിന്റെ ഈ കോളേജിന്റെ അവസ്ഥ ആലോചിക്ക്. നിവിനൊക്കെ പാസ്സായിക്കണം. നിവിൻ, റോഹൻ, ഫീനാൻ, അവരൊക്കെ. ഗൈസ് ചെക്ക് മൈ ജോ ലൈൻ ഇന്നത്തെ. ഗൈസ് താടിയിലൊക്കെ എന്ത് കാര്യം? ഗ്രാജുവേഷൻ ഈ സാധനത്തിൽ നിന്ന് എടുത്തിട്ട് മീശൻ താടി വെക്കാന്നാണ്. നല്ല തമാശ. എന്താ തമാശ പറയാൻ പറ്റുന്നത്? ഗൈസ് നമ്മള് കോളേജ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ ക്ലാസ്സിലെ ഏറ്റവും വലിയ വേഷം എന്ന് വെച്ചാൽ ആദ്യാദി വേഷം. ഇവളാണ് ഏറ്റവും വലിയ വേഷം ഈ ക്ലാസ്സില്. നായിന്റെ മോനൊക്കെ കൊണ്ട് എന്താ അശ്വിൻ എന്തേലും പറ. നീ ഇതിട്ട് കളയും ഗൈസ്. ഗൈസ് അപ്പൊ നമ്മളെ പറ്റിച്ചു. 10 ലക്ഷം പോയി. എന്റെ ഒക്കെ 10 ലക്ഷം പോയി. നിങ്ങളൊക്കെ എത്ര ലക്ഷം പോയി? നിങ്ങള് ഗൈസ് ബെൽബിന്റെ ജാതി ഫോട്ടോഗ്രാഫി. അവസാനം ഞങ്ങൾ ഗ്രാജുവേറ്റ് ആയി. വലിയ മസിൽ പിടിച്ചിട്ട് വന്നത്, എന്നിട്ട് അവസാനം നമ്മൾ ഗ്രാജുവേറ്റ് ആയി ഗൈസ്. ഇത് വെച്ചതാ കഷ്ടപ്പെട്ട് വെച്ചാണ്, കഷ്ടപ്പെട്ട് കൊണ്ടുപോയിക്കോ. വ്ലോഗിൽ നോക്കട്ടെ കാണിച്ച ഗൈസ്. എന്റെ അടുത്ത് മിഡിൽ ഫിംഗർ കാണിച്ചു ഗൈസ്. മിഡിൽ ഫിംഗറിൽ മാത്രം ഇവിടെ മാത്രം നെയിലില്ല. ഇതെന്താ ഗൈസ്? ഇതെന്താണ് ഗൈസ്? എന്താണ് അത്രയ്ക്ക് തറയുണ്ട ഗൈസ്. അത്യാവശ്യം ഡീസന്റ് ബ്ലോഗാണ്. പക്ഷെ ഇതേമാതിരി തറ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരുന്നത് നിവർത്തികേടുണ്ടാണ് കേട്ടോ ഗൈസ്. അപ്പോ അലീനോടൊന്നും പറഞ്ഞില്ല. അലീന എന്താണ് പറയാനുള്ളത്? ഭയങ്കര സങ്കടമായി.